ഈ ചർച്ചയുടെ ഏറ്റവും അവസാനം ശ്രീ പഴകുളം മധു എണ്ണി പറഞ്ഞ പല കാര്യങ്ങൾ അതേ തരത്തിൽ രാഷ്ട്രീയമായി നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും എതിരെ മുന്നോട്ട് വെക്കുന്നവരാണ് നിങ്ങൾ. ഭരണപരാജയമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആകെ അവകാശപ്പെടാൻ കഴിയുന്ന കാര്യമെന്ന് നിങ്ങളും പറയുന്നതാണ്. പക്ഷേ എന്തെങ്കിലും ചർച്ചയാകുമോ? ഈ ഫെബ്രുവരി പകുതിയോടുകൂടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് നമ്മൾക്ക് വിചാരിക്കുന്നത്. അപ്പോ ആ സമയത്ത് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത്, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് പേർ ആ സമയത്തേക്ക് അയോധ്യ തീർത്ഥാടകരായി മാറിയിട്ടുണ്ടായിരിക്കും. ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് 2024 വിധി എഴുതാൻ പോകുന്നത്. ഒരു പക്ഷേ ശ്രീ പഴകുളം മധു ചൂണ്ടിക്കാണിച്ച ശങ്കരാചാര്യന്മാരുടെ വിമർശനങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഈ സമയക്രമമൊക്കെ തീരുമാനിക്കുന്നതിൽ ആ രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഉണ്ടാകണം. രണ്ട് കാര്യങ്ങളുണ്ട്, എനിക്ക് കുറച്ച് സമയം തരണം. ഇവിടെ ശ്രീ വി രാജേഷ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. 500 വർഷമായി നിലനിന്ന ആവശ്യമാണ് 1980 രൂപീകരിക്കപ്പെട്ട BJP അതങ്ങ് പൂർത്തീകരിച്ചത് എന്നതാണ് പറഞ്ഞത്. ഇവിടെ 1528 ബാബറി മസ്ജിദ് സ്ഥാപിച്ചത്. 1528 സ്ഥാപിച്ച ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കവും 1855 വരെ ഉണ്ടായിരുന്നില്ല. 1855 ഉണ്ടായിട്ടുള്ള തർക്കം എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാപിച്ച ഹനുമാൻഗഡ് ക്ഷേത്രം അത് മറ്റൊരു പള്ളി തകർത്ത് സ്ഥാപിച്ചതാണ് എന്നാ. അപ്പോൾ ഹനുമാൻഗഡ് ക്ഷേത്രവുമായിട്ടാണ് തർക്കം. ബാബറി മസ്ജിദ് രാമ ജന്മഭൂമിയിൽ സ്ഥാപിച്ചു എന്നോ രാമലല്ല വിഗ്രഹം അവിടുത്തെ ബാബറി മസ്ജിദിന്റെ താഴികക്കുടത്തിൽ താഴെയാണെന്നുള്ള തർക്കമെല്ലാം ഉണ്ടായത് 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോട് കൂടിയിട്ടാണ്. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞില്ലേ ചരിത്രത്തിലെ 4 തെറ്റുകൾ. വി രാജേഷ് കേൾക്കണം. 1949 ബാലനായ രാമന്റെ വിഗ്രഹം ബാബറി മസ്ജിദിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വയ്ക്കാൻ അനുവദിച്ചത് ചരിത്രത്തിലെ 1ാമത്തെ തെറ്റായി സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് കണ്ടെത്തി. 1986 ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് ബാബറി മസ്ജിദിന്റെ താഴ് തുറന്നു കൊടുത്തത് ചരിത്രത്തിലെ 2ാമത്തെ തെറ്റായി വിലയിരുത്തി. 1989 ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ ആരാധനാ സ്വാതന്ത്ര്യം കൊടുത്തത് 3ാമത്തെ വീഴ്ച തെറ്റായി കണ്ടെത്തി. 1942 ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ 1992 ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർക്കാൻ അനുവദിച്ചത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ചയും തെറ്റുമായി കണ്ടെത്തിയിട്ട് ആ പ്രദേശത്ത് തന്നെ ക്ഷേത്രം പണിയട്ടെ എന്ന് ആ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ സുപ്രീം കോടതി വിധിക്കുകയാണ് ഉണ്ടായത്. താങ്കൾക്കറിയോ ആ വിധിന്യായം പറഞ്ഞ ജഡ്ജിയുടെ പേര് നമുക്കറിയില്ല. ഒരാൾ പോലും അതിൽ ഒപ്പിട്ടിട്ടില്ല. 5 പേര് വിധി കേൾക്കുമ്പോൾ ആ കേസ് കേൾക്കുമ്പോൾ ഈ ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി ആരാണ് വിധി പറഞ്ഞതെന്ന് പോലും സൂചിപ്പിക്കാതെ പേരെഴുതാതെ ഒപ്പിടാതെ ഒരു വിധിയാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞു RSS രൂപീകരിക്കപ്പെട്ടത് 1925 ഇവിടെ ബാലനായ രാമന്റെ വിഗ്രഹം ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ RSSന് 24 വയസ്സുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹിന്ദു മഹാസഭ 1915 രൂപീകരിക്കുന്നത്. ഹിന്ദു മഹാസഭയ്ക്ക് 34 വയസ്സ് പ്രായമുണ്ട് ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ ഈ ബാലനായ രാമന്റെ വിഗ്രഹം കൊണ്ടുവയ്ക്കുമ്പോൾ. അപ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യയെ ഒരു ഹിന്ദുത്വ അജണ്ടയോടെ ഒരു ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റുക എന്ന കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായി ചതിയും വഞ്ചനയുടെയും ഭാഗമായി 1949 മുതൽ തുടർന്നു വന്ന പ്രക്രിയയാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ചത്. സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയായി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വെക്കുമ്പോൾ ആരോടും മമതയോ കൂറോ അമിതമായി കാണിക്കില്ല, എല്ലാവരോടും തുല്യതയോടെ പെരുമാറുമെന്ന സത്യപ്രതിജ്ഞാ വാചകം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ മാത്രം ആളായി ഇത്തരത്തിലുള്ള ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ ആരാധനാ കാര്യങ്ങളിലെല്ലാം മുഖ്യ കർമ്മിയായി വരുന്നത് മതനിരപേക്ഷ ഇന്ത്യ വളരെ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ 500 വർഷങ്ങളായിട്ടുള്ള ആവശ്യം എന്നതെല്ലാം കൃത്യമായി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കറിയാം. രണ്ടാമത് എന്നോട് ചോദിച്ച ചോദ്യം, ഇവിടെ ശ്രീ വി രാജേഷ് പറഞ്ഞു 4 കോടി ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത് ഒരു രാമരാജ്യം സങ്കല്പത്തിലേക്ക് ഈ രാജ്യത്തെ മാറ്റിയെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കേരളത്തിൽ ഒരു വീട് കേന്ദ്ര ഗവൺമെന്റ് വെച്ചു കൊടുത്തോ? ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 4 ലക്ഷം പേർക്ക് വീട് കൊടുക്കുമ്പോൾ അതിൽ 32,000 ആളുകൾക്ക് 70,000 രൂപ വെച്ച് കൊടുത്തു. അതായത് ഒരു വീടിന് 4 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കുമ്പോൾ അതോടൊപ്പം 36,000 പേർക്ക് 70,000 രൂപ കൊടുത്തു. കേന്ദ്രത്തിന്റെ വിഹിതമായിട്ട് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇടപെടൽ വരുന്നു. 4 കോടി ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു എന്നെല്ലാം പച്ച കള്ളം വന്ന് പറയുകയാണ്. പട്ടിണിയുടെ കാര്യത്തിൽ ഈ രാജ്യം 111ാമതാണ്. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യം പട്ടിണിയുടെ ലോക നിലവാരത്തിന്റെ കാര്യത്തിൽ 59 ആയിരുന്നു. 51-ൽ നിന്ന് 101, 106, 111 മാറി. ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറയ്ക്കുന്നത് നമ്മൾ നിരവധി തവണ കണ്ടു. ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും ഈ രാജ്യം കുപ്പുകുത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 കോടി തൊഴിലവസരം യുവജനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. 45 വർഷത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ കടുത്ത തൊഴിലില്ലായ്മയിലൂടെ ഈ രാജ്യം കടന്നു പോകുകയാണ്. ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്
നയാ പൈസ, ഒരു കട്ടൻ ചായ വാങ്ങിക്കാനുള്ള പൈസ പോലും കൊടുത്തിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാം. എന്നിട്ട് നല്ല നുണപ്രചരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര നുണപ്രചരണം നടത്തിയാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വികാരം ആളിക്കത്തിക്കണം. 2019 നിങ്ങൾ പുൽവാമ ആക്രമണത്തെയാണ് ആളിക്കത്തിച്ചത്. ഒറ്റ കാര്യം അന്ന് വിലക്കയറ്റം, നോട്ട് നിരോധനം, GST, രാജ്യത്ത് നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളെയെല്ലാം ആ പുൽവാമ ആക്രമണത്തിന്റെ പേരിൽ 2019 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഒരൊറ്റ ചർച്ചയിലേക്ക് കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒറ്റ രീതിയിൽ ഈ രാമക്ഷേത്രത്തിന്റെ ഒറ്റ മുദ്രാവാക്യത്തിലേക്ക് കേന്ദ്രീകരിപ്പിച്ച് എങ്ങനെയെങ്കിലും ഭരണത്തിൽ തുടർന്നു വരാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇടപെടൽ മാത്രമാണ് നിങ്ങൾ നടത്തുന്നത്. അത് ഈ രാജ്യത്തിന്റെ ഒപ്പം രാമക്ഷേത്രത്തിലും സമാനമായ രീതിയിൽ